ഇന്ന് എന്ത് സ്നാക്സ് ഉണ്ടാക്കുമെന്നാണ് അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാനോർത്ത് കുറച്ച് റവ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചോറും മിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ 1 കപ്പ് ചോറും 1 കപ്പ് റവയും എടുത്ത് അതിലോട്ട് 2 സ്പൂണ് തൈര്, പുളിയില്ലാത്ത തൈരും കൂടെ എടുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, 4 കഷ്ണം ഉള്ളി, ഇതെല്ലാം കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാനതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തു. വെള്ളം ഒഴിക്കരുത് കേട്ടോ, വെള്ളം ഒഴിക്കാതെ വേണം നമുക്ക് അരച്ചെടുക്കുക. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴക്കണം. കുഴച്ചിട്ട് ഓരോ ഉരുളയായിട്ട് നമ്മൾക്ക് എടുത്തിട്ട് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കിയില്ലേ, കുറച്ച് എണ്ണ കയ്യിൽ ആദ്യം ഒന്ന് തടകണം. അതിന് ശേഷം അതെടുത്ത് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കിയില്ലേ അതുപോലെ നമ്മൾ ഒരു ദോര ഇട്ടിട്ട് വാഴയിലയുടെ പുറത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് അതൊന്ന് ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ ഉഴുന്നുവട വറുത്തെടുക്കണം, ഇവിടെ നമ്മളത് വേവിച്ചാണ് എടുക്കുന്നത്. ഇനി അത് നമുക്ക് ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 10-12 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, ഒരു തക്കാളി, കുറച്ച് ഉപ്പും ഒക്കെ കൂടെ ഇട്ടിട്ട് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ചമ്മന്തി നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, മറന്നുപോയി ഇടയ്ക്ക്. അപ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ ഇതിലോട്ട് ഒഴിച്ച് വയ്ക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചാലിക്കണം. നന്നായിട്ടൊന്ന് ചാലിച്ചെടുത്ത് എടുക്കണം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി കണ്ടോ, നല്ല കാണാൻ തന്നെ നല്ല ടേസ്റ്റില്ലേ ചമ്മന്തി. കാണാനും നല്ല ഭംഗി, അതുപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ്. കണ്ടോ, ഇത് ഞങ്ങളിവിടെ ഇങ്ങനെ കള്ള് മേടിച്ച് വെച്ചിട്ടുള്ള വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആ കളറിലിരിക്കുന്നത്. തെളിഞ്ഞ് വരണം, എന്നാലേ അങ്ങനെ. കണ്ടോ, ഇത് നമ്മളിപ്പോൾ അത് വേവിച്ചെടുത്തത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ടിരിപ്പുണ്ട്. ഇനി ഈ ചമ്മന്തിയും കൂട്ടി നമുക്കതൊന്ന് കഴിച്ച് നോക്കാം.